ഇവിടെ 8 മണിക്കൂറിന് മുകളിൽ ജോലി ചെയ്യേണ്ടതില്ല എന്നൊക്കെയുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ലേബർ കോഡ് അനുസരിച്ച് 12 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നതിനും കുഴപ്പമില്ല, വേണമെങ്കിൽ സ്ഥാപന ഉടമയ്ക്ക് ഈ നിർദ്ദേശം നൽകാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇന്നത്തെ സിനിമകൾ സാമൂഹിക വിഷയങ്ങളെ അല്ല അഡ്രസ്സ് ചെയ്യുന്നത്, അവർ വയലൻസിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ യക്ഷിക്കഥകളെയാണ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മുടെ പുതിയ ആളുകൾക്ക് കാണാൻ താല്പര്യമുള്ളതും അങ്ങനെയുള്ള സിനിമകളൊക്കെയാണ്. ഇന്നിപ്പോൾ അവിടെയുള്ള ഈ ആളുകൾ പറയുന്നത് എന്താണ്, നമ്മൾ രാവിലെ മാധ്യമങ്ങളിൽ കണ്ടതാണ്, അവർക്ക് EMI അടയ്ക്കാനുണ്ട്, അവർക്ക് പല ലോണുകളുണ്ട്, അവരുടെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അതുകൂടാതെ പല പല ചിലവുകളിൽ ആശുപത്രി ചിലവുകളുണ്ട്. ഇതൊക്കെ എങ്ങനെ അവർ മുമ്പോട്ട് കൊണ്ടുപോകും? അപ്പോൾ ഇതിനകത്ത് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലേബർ കോഡിൽ ശക്തമായൊരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഈ ലേബർ കോഡ് എന്താണ് എന്ന് കൃത്യമായി പഠിച്ച് അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കണം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് മന്ത്രിതലത്തിലൊരു ചർച്ച നടക്കുന്നുണ്ട്. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ഈ കോറോ ഹെൽത്തിന്റെ ഉന്നതരൊക്കെ ആയിട്ടാണ് ചർച്ച. അതിൽ മന്ത്രി മാത്രമല്ല, ഉമാ തോമസ് MLA, പിന്നെ ലേബർ കമ്മീഷണർ, ലേബർ സെക്രട്ടറി ഒക്കെ എറണാകുളം കളക്ടറേറ്റിൽ ഒത്തുകൂടുന്നുണ്ട്. പക്ഷേ ഈ കോറോ ഹെൽത്ത് എന്ന കമ്പനി ഈ വിഷയത്തിൽ ഇതുവരെ എടുത്തിട്ടുള്ളത് തീർത്തും നെഗറ്റീവായിട്ടുള്ളൊരു നിലപാടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ജോലി നഷ്ടപ്പെട്ടവർ ഓഫീസിന് മുന്നിലെത്തുകയും തിരിച്ചു പോകുന്ന അവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. സർക്കാരിൻ്റെ ചില നിർദ്ദേശങ്ങളും ഇവർ അവഗണിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഇന്നിപ്പോൾ മന്ത്രിതലത്തിൽ ഒരു ചർച്ച നടക്കുന്നു എന്ന് പറയുമ്പോഴും ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അതായത് ഇന്ന് നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത് ഒരു ഒത്തുതീർപ്പ് മാത്രമാണ്. കാരണം കമ്പനിയുടെ കാല് പിടിക്കാം എന്നതിനപ്പുറത്തേക്ക് സർക്കാരിന് നിയമപരമായിട്ട് യാതൊരു തരത്തിലുള്ള ആക്ഷനും ഈ പറയുന്ന കോറോ ഹെൽത്തിനെതിരെ ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലേബർ കോഡ് വന്നു. ഈ ലേബർ കോഡ് വന്ന സമയത്ത് അതിനെതിരെ ഒന്നും ആളുകൾ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. അന്നെല്ലാവരും സൈലൻ്റ് ആയിരുന്നു. അന്നെല്ലാവരും സൈലൻ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ IT പ്രൊഫഷണൽസ് ഉൾപ്പെടെ ഉള്ള എല്ലാവരും ഇരുന്നത്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പുതിയ ലേബർ കോഡിലൂടെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് വസ്തുത. അതായത് 300 വരെയുള്ള ജീവനക്കാർ ഉള്ള സ്ഥാപനങ്ങളിലെ ഒരു ജീവനക്കാരനെ ഏത് സമയത്ത് വേണമെങ്കിലും ഒരു മുന്നറിയിപ്പും കൂടാതെ പിരിച്ചുവിടാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ലേബർ കോഡിൻ്റെ ഏറ്റവും വലിയ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഈ സർക്കാർ കൊണ്ടുവരുന്ന ഓരോ നിയമങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് പഠനം നടത്താനായിട്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന പല സംഘടനകളോ പൊളിറ്റിക്കൽ പാർട്ടികളോ ഒന്നും തയ്യാറാവുന്നില്ല എന്നുള്ളതിൻ്റെ ബാക്കി പത്രമാണ്. എനിക്ക് തോന്നുന്നു CPM മാത്രമാണ് ഈ വിഷയത്തിൽ അന്നൊരു പ്രതിഷേധം ഉയർത്തിയത്. തീർച്ചയായിട്ടും CPMൻ്റെ ഒരു ഏക ശബ്ദമായിട്ട് മാറി, ഒറ്റപ്പെട്ട ശബ്ദമായിട്ട് CPMൻ്റെ ആ ഒരു പ്രതിഷേധം മാറി എന്നുള്ളതാണ് വാസ്തവം. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് CPM പറയുന്ന സമയത്ത് CPM ഇവിടുത്തെ കമ്പനികളെല്ലാം പൂട്ടിക്കാൻ വേണ്ടി നടക്കുവാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷം ഇവിടുത്തെ കമ്പനികൾക്കെല്ലാം എതിരാണ്, വികസനത്തിനെതിരാണ് എന്നൊക്കെ പറയും. കാരണം സ്വകാര്യ നിക്ഷേപത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു LDF സർക്കാരാണ് കഴിഞ്ഞ ഒരു 10 വർഷക്കാലം കേരളം ഭരിച്ചിട്ടുള്ളത്. അതായത് മറ്റ് ഇടതുപക്ഷ സർക്കാരുകളെ കഴിഞ്ഞൊക്കെ വ്യത്യസ്തമായ ചിന്തകളാണ് കഴിഞ്ഞ LDF സർക്കാരിന്, അതായത് ഇടതുപക്ഷ സർക്കാരിന് ഉണ്ടായിരുന്നത് എന്നുള്ളതൊരു വാസ്തവമാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം രാഷ്ട്രീയ വിമർശകരൊക്കെ ഈ പറഞ്ഞ ഇടതുപക്ഷത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ഉമാ തോമസ് അവിടെ ഉണ്ട്, MLA ഉണ്ട് അവിടെ. അത് കൂടാതെ തന്നെ ഈ പറഞ്ഞ ലേബർ മിനിസ്റ്റർ ബിന്ദു കൃഷ്ണ സ്ഥലത്തെത്തുന്നുണ്ട്. എന്ത് പ്രയോജനമുണ്ട്? എനിക്ക് തോന്നുന്നു ഈ കോറോ ഹെൽത്തിൻ്റെ മാനേജ്മെൻറ്റ് പറയുന്നത് എന്താ വെച്ചാൽ, ഇത് US കണ്ടുള്ളൊരു മാനേജ്മെൻറ്റാണ്. ഇവരുടെ HR സംവിധാനങ്ങൾ തന്നെ വിദേശത്താണുള്ളത്. വിദേശത്ത് നിന്ന് അവർ ഓൺലൈനിലാണ് ഈ പറഞ്ഞ ഒരു ലേബർ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി പോകുന്നത്. ഓൺലൈനിൽ വന്നിട്ട് അവർ സംസാരിച്ചതിന് ശേഷം അവരുടേതായിട്ടുള്ള നിലപാടുകളിലും ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ടും ഉള്ള എക്സ്പ്ലനേഷൻസ് മാത്രമേ നൽകുള്ളൂ. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ സിമ്പതിയോ അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സോ ഒന്നുമില്ല. ഒൺലി റിസൾട്ട്. അതായത് നമ്മളുടെ പഴയ ലേബർ ലോ അനുസരിച്ചിട്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 8 മണിക്കൂറിന് മുകളിൽ ജോലി ചെയ്യേണ്ടതില്ല എന്നൊക്കെയുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ലേബർ കോഡ് അനുസരിച്ച് 12 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നതിനും കുഴപ്പമില്ല, വേണമെങ്കിൽ സ്ഥാപന ഉടമയ്ക്ക് ഈ നിർദ്ദേശം നൽകാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ,
പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി ഈ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ എംപ്ലോയി വർക്കർ വേജസ് എന്ന ഇതിലേക്ക് മാത്രമായിട്ട് ആണ് ഈ ലേബർ കോഡ് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുണ്ടാകാൻ പോകുന്ന ദൂഷ്യവശങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ ഉമാ തോമസിൻ്റെയും അതോടൊപ്പം തന്നെ ബിന്ദു കൃഷ്ണയുടെയും പാർട്ടി പഠിക്കുകയും അതിനനുസരിച്ചിട്ട് കൃത്യമായിട്ട് പ്രതികരിക്കുകയും വേണമായിരുന്നു. അത് പ്രതികരിച്ചിട്ടില്ല. കമ്പാഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിലില്ലെന്ന് തോന്നുന്നു. ഇല്ല, അതാണ് അതിൻ്റെ അകത്ത്. ഇത് ആളുകളെ സംബന്ധിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡ് യൂണിയനുകളെ എപ്പോഴും വിമർശിക്കും. ഈ ട്രേഡ് യൂണിയനുകളെ ആളുകൾ വിമർശിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ്. പല ട്രേഡ് യൂണിയനുകളുടെയും തലപ്പത്തിരിക്കുന്നത് തൊഴിലാളികളല്ല. പ്രധാന പ്രശ്നം ഇതാണ്. പണ്ടൊക്കെ സിനിമകളിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ സിനിമകളിലൊന്നുമില്ല, പണ്ടത്തെ സിനിമകളിലൊക്കെ. അതായത് ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാർ മുതലാളിയിൽ നിന്ന് പണം കൈപ്പറ്റുന്നതും അതിനുശേഷം തൊഴിലാളികളെ വഞ്ചിക്കുന്നതുമൊക്കെ. ഇന്നത് സിനിമയിൽ വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മൾ പലപ്പോഴും പറയും സിനിമ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന്. പണ്ടത്തെ സിനിമകളൊക്കെ ഒരുപാട് സാമൂഹിക വിഷയങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്ത് പോയിരുന്നു. ഇന്നത്തെ സിനിമകൾ സാമൂഹിക വിഷയങ്ങളെയല്ല അഡ്രസ്സ് ചെയ്യുന്നത്, അവർ വയലൻസിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ യക്ഷിക്കഥകളെയാണ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മുടെ പുതിയ ആളുകൾക്ക് കാണാൻ താല്പര്യമുള്ളതും അങ്ങനെയുള്ള സിനിമകളൊക്കെയാണ്. അപ്പോൾ പണ്ട് ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇപ്പോഴും തൊഴിലാളികളെ വിറ്റ് ജീവിക്കുന്ന ഒരുപാട് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അതൊരു വാസ്തവമാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇപ്പോൾ കരാർ തൊഴിലാളികളുടെ സംബന്ധിച്ചിട്ടുള്ളത്, അതായത് കമ്പനികളിൽ കരാർ തൊഴിലാളികളെ നിയമിക്കാം എന്നുള്ളത് പുതിയ ലേബറിൻ്റെ ഭാഗമാണ്. ഈ കരാർ തൊഴിലാളികൾക്ക് ESI PF ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. യാതൊരുവിധ ആനുകൂല്യങ്ങളും കൊടുക്കേണ്ട കാര്യമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും അവരെ പിരിച്ചുവിടുന്നതിന് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഈ കോൺട്രാക്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ആളുകളും നമ്മുടെ രാജ്യത്തെ പൗരന്മാരാണ്. അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ശരിയല്ല എന്ന് ചിന്തിക്കാനായിട്ട് ആർക്ക് സാധിക്കണം? ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു സർക്കാരിന് സാധിക്കണം. അങ്ങനെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു സർക്കാരിന് അങ്ങനെ സാധിക്കാത്ത വന്നതിൻ്റെ ഒരു തിക്തഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സ്ഥിര നിയമനങ്ങൾ ഇനി അങ്ങോട്ട് അധികം പ്രതീക്ഷിക്കേണ്ട. അല്ല, സ്ഥിര നിയമനങ്ങൾ തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയുണ്ടാവും. എല്ലാം കോൺട്രാക്റ്റ്. ഇപ്പോൾ ഈ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ പ്രശ്നം എന്താണ്? സമാനമായ പ്രശ്നം തന്നെയാണ്. അവിടെ നഴ്സുമാരെ കോൺട്രാക്റ്റ് ബേസിലാണ് നിയമിച്ചിരിക്കുന്നത്. 3 വർഷത്തേക്ക്. അത് ശേഷം എപ്പോൾ വേണേലും അവരെ പറഞ്ഞുവിടാം. അവർക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇല്ല. ഇതിനെതിരെയൊക്കെ നമ്മുടെ ആളുകൾ പ്രതികരിക്കാതിരുന്ന ഇങ്ങനത്തെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇതിനെക്കുറിച്ച് യാതൊരുവിധ പഠനവും ഇവർക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് നമ്മൾക്ക് ഇപ്പോൾ ഇതിനകത്ത് ഇന്ന് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് തൊഴിൽ വകുപ്പിനൊരു അന്വേഷണം പ്രഖ്യാപിക്കാം. അതായത് ഈ ആളുകളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ ആ സ്ഥാപനത്തിലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നോട്ടീസ് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് നിയമലംഘനം പരിശോധിക്കുക. ഇപ്പോൾ പിരിച്ചുവിടൽ അതെന്തുകൊണ്ട് സംഭവിച്ചു, ഒരു നോട്ടീസ് നൽകാൻ വേണ്ടി പറയാം. അല്ലെങ്കിൽ ശമ്പള കുടിശ്ശികയുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പറ്റും. PF ESI ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ PF ESI എന്നൊക്കെ പറയുന്ന സമയത്തും കോൺട്രാക്റ്റ് ബേസിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് PF-ഉം ESI-യും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനത്തെ ഒരു കാര്യം കൂടെ കിടക്കുന്നുണ്ട്. തൊഴിൽ തർക്കം പരിഗണിക്കാൻ ഇത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു റിക്വസ്റ്റ് ഈ കമ്പനിയുടെ അടുക്കൽ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാന സർക്കാരിന് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അനധികൃത പിരിച്ചുവിടൽ നടന്നതായി കണ്ടെത്തിയാൽ തൊഴിലാളികൾക്ക് ലേബർ കമ്മീഷണറെയോ ഇൻഡസ്ട്രി ട്രിബ്യൂണലിനെയോ സമീപിക്കാം. പിന്നുള്ളൊരു അവരുടെ മുമ്പിലുള്ളൊരു പോംവഴിയാണ്. പക്ഷേ ഈ നിയമപരമായ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ജഡ്ജ്മെൻറ്റ് എപ്പോൾ വരും? അതുവരെ ഇവരുടെ വീട്ടിൽ കഞ്ഞി വെക്കണ്ടേ? ഇവരുടെ അടുപ്പ് പുകയേണ്ടതാണോ പറയുന്നത്? അതുകൂടാതെ സ്ഥാപനം സംസ്ഥാന സർക്കാർ നൽകിയ ഇളവുകളുടെയോ കരാറുകളുടെയോ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അവ പുനഃപരിശോധിക്കുകയോ റദ്ദാക്കുകയോ ചെയ്യാം. പിന്നെ ചെയ്യാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിക്ക് വേണമെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ലൈസൻസ്, അതായത് ഏതൊരു സ്ഥാപനം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് വേണം. അപ്പോൾ അവിടെ വേണമെങ്കിൽ മറ്റേ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ വിട്ട് പരിശോധിപ്പിച്ച് അവിടെ എന്തെങ്കിലും നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ അതിനെതിരെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സാമ്പത്തിക തട്ടിപ്പ്, നികുതി വെട്ടിപ്പ്, വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യ വിവരങ്ങളുടെ ദുരുപയോഗം തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷണം നടത്താൻ സർക്കാർ തന്നെ നിർദ്ദേശം നൽകാം. ഇവിടെ ചെയ്യാൻ സാധിക്കുന്നത് വെച്ചാൽ ഇതൊരു മെഡിക്കൽ കോഡിംഗ് കമ്പനിയാണ്. അതുകൂടാണ്ട് ഈ ഇൻഷുറൻസ് കമ്പനികളുടെയൊക്കെ ഈ ഇൻഷുറൻസിൻ്റെ സെറ്റിൽമെൻറ്റ് കമ്പനി കൂടിയാണത്.
അപ്പോൾ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ അവിടുത്തെ ഏതെങ്കിലുമൊക്കെ എംപ്ലോയീസിൻ്റെ മൊഴിയെടുത്ത് ഇവർ ഡാറ്റാ ബിസിനസ് നടത്തുന്നുണ്ട്. നമ്മുടെ സ്വകാര്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഇവർ അമേരിക്ക പോലെയുള്ള ഒരു കമ്പനി വേറെ തരത്തിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഇഡിക്കൊക്കെ ഒരു കേസ് എടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അമേരിക്ക ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ലീഗൽ വാലിഡിറ്റി എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഈ തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. അല്ല, ഇന്ന് നടക്കുന്ന ചർച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് കമ്പനി തീരുമാനിക്കുകയാണ് ഇവരെ വീണ്ടും അവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കാം എന്നൊരു തീരുമാനം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു തീരുമാനം കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സർക്കാരിനുണ്ടാകുന്ന ഏറ്റവും വലിയ വിജയമാണ്. പ്രത്യേകിച്ച് ബിന്ദു കൃഷ്ണയെ പോലുള്ള ഒരു മിനിസ്റ്റർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും ഈ ഒരു ചർച്ച എന്ന് പറയുന്നത്. ഇനി വരും ദിവസങ്ങളിലും ബിന്ദു കൃഷ്ണ പോലുള്ള ലേബർ മിനിസ്റ്റർ പരിശോധിക്കേണ്ട വിഷയം എന്താണെന്ന്, ലേബർ കോഡ് മൂലം നമ്മുടെ സംസ്ഥാനത്ത് സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാതാകുന്നൊരവസ്ഥയുണ്ട്. ആ സുരക്ഷിതത്വം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും? അറ്റ്ലീസ്റ്റ് ഈ ലേബർ കോഡിൽ നിന്ന്, ഈ കോൺട്രാക്റ്റ് വ്യവസ്ഥയിൽ നിന്ന് ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുണ്ട്. ഇതിപ്പോൾ വെച്ചാൽ മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷനാണ്. ഈ മെഡിക്കൽ കോഡിങ്ങിൻ്റെ പരിശീലനവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വരുന്ന ഒരു നാടാണിത്. അതിനകത്ത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, അതിൻ്റെ ഒരു പ്രൊഫഷണൽ മെഡിക്കൽ കോഡറുടെ എക്സാം പാസ്സാകണമെന്നുണ്ടെങ്കിൽ 42,000 രൂപ കൊടുത്ത് അതിൻ്റെ എക്സാം എഴുതേണ്ടതുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് 60,000 രൂപ അടുത്തും കണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കെ നിങ്ങൾക്ക് നല്ലൊരു മെഡിക്കൽ കോഡർ ആകണമെങ്കിൽ 3,999 രൂപ മതി എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ഡിഗ്രി വിദ്യാഭ്യാസം വേണ്ടെടുത്ത് +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കൽ കോഡർ ആകാം എന്ന രീതിയിലൊക്കെ ചില പരിശീലന സ്ഥാപനങ്ങൾ നടത്തുന്ന പരസ്യങ്ങളുണ്ട്. അതിനുശേഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ പറഞ്ഞ പരസ്യത്തിൻ്റെയൊക്കെ പുറകെ പോയി ഈ മെഡിക്കൽ കോഡിംഗ് പഠിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പഠനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഓൺലൈനിൽ അവിടെ ഒരു മീറ്റിംഗ് കൂടും. ഓൺലൈനിൽ അവിടെ ഒരു മീറ്റിംഗ് കൂടിയതിന് ശേഷം സർക്കാർ ഒരു റിക്വസ്റ്റ് വയ്ക്കും ഈ പറഞ്ഞ കമ്പനിയോട്, നിങ്ങൾ ഇത്ര ആളുകളെ ഒരുമിച്ച് പിരിച്ചു വിടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ആക്ഷനും ഈ സംസ്ഥാന സർക്കാരിന് ഈ കമ്പനിക്ക് വേണ്ടി ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നമ്മുടെ എംപ്ലോയ്മെൻറ്റ് പുതിയ ലേബർ കോഡ് അതാണ്. 300 വരെയുള്ള ആളുകൾ, അത് 300-ന് മേളിലേക്കുള്ള ആളുകൾ 299 എത്തിക്കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ആളുകളെല്ലാം ഇതാക്കിയാൽ മതിയല്ലോ. കോൺട്രാക്റ്റ് ബേസിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിയമപരിരക്ഷ കിട്ടുകയാണ്. ഒന്നെങ്കിൽ 300 എന്നുള്ള ആ ഒരു ലിമിറ്റേഷൻ എടുത്തു കളയേണ്ടതുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കോൺട്രാക്റ്റ് ജോലി ചെയ്യാം, പ്രൊഫഷണലുകൾക്കും കോൺട്രാക്റ്റിൽ ജോലി ചെയ്യാം എന്നുള്ള ഒരു നിയമം അതിനകത്തുനിന്ന് ഒഴിവാക്കി കളയേണ്ടതുണ്ട്. അങ്ങനെ ഒഴിവാക്കി കളഞ്ഞാൽ മാത്രമേ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ജോലിയിലൊരു സുരക്ഷിതത്വം ഉണ്ടാകത്തുള്ളൂ. ഇന്നിപ്പോൾ അവിടെയുള്ള ഈ ആളുകൾ പറയുന്നത് എന്താണ്, നമ്മൾ രാവിലെ മാധ്യമങ്ങളിൽ കണ്ടതാണ്, അവർക്ക് EMI അടയ്ക്കാനുണ്ട്, അവർക്ക് പല ലോണുകളുണ്ട്, അവരുടെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അതുകൂടാതെ പല പല ചിലവുകളിൽ ആശുപത്രി ചിലവുകളുണ്ട്. ഇതൊക്കെ എങ്ങനെ അവർ മുമ്പോട്ട് കൊണ്ടുപോകും? കാരണം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രാവിലെ തന്നെ ജോലി ഇല്ല എന്ന് പറയുന്നൊരു അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. 2 മാസത്തേക്കുള്ള സാലറി ഇവർ കോമ്പൻസേഷനായിട്ട് നൽകാമെന്ന് പറയുന്നുണ്ട്. ഈ 2 മാസത്തെ സാലറി കോമ്പൻസേഷനായിട്ട് കിട്ടി എന്ന് കരുതിയിട്ടും എന്തെങ്കിലും സംഭവിക്കുമോ? അല്ല, അത് കോമ്പൻസേഷനായിട്ട് സ്വീകരിച്ചു എന്ന് കാണിച്ചാൽ ഇവർക്ക് നിയമപരമായിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അത് ഇവർ റെസിഗ്നേഷൻ നടത്തിയ പോലെയാണ്. അല്ല, ഇത് ഇപ്പോൾ എന്നതൊരു വസ്തുത എന്താ പറയുക, നിയമപരമായിട്ട് അല്ലെങ്കിൽ തന്നെ പോയി കഴിഞ്ഞാൽ എത്ര സമയമെടുക്കും? ഒരു ലേബർ കോർട്ടിൽ കൊണ്ടുപോയി നമ്മളൊരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം നീണ്ടുപോകുന്നത്? ട്രിബ്യൂണലിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം നീണ്ടുപോകും? അതുവരെ ഇവരെ ഒരു അസോസിയേഷനായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുമോ? പണ്ട് നമുക്കറിയാലോ, ഒരുപാട് കമ്പനികൾ ഇവിടെ പൂട്ടിപ്പോയത് എങ്ങനെയാണ്? ഈ ദീർഘനാളത്തെ സമരത്തിൻ്റെ ബാക്കിപത്രമായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലേബർ കോഡിൽ ശക്തമായൊരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഈ ലേബർ കോഡ് എന്താണ് എന്ന് കൃത്യമായി പഠിച്ച് അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കണം. അതിൽ പറഞ്ഞിരിക്കുന്ന പോരായ്മകൾ, ഇപ്പോൾ വ്യവസായ സൗഹൃദ സംസ്ഥാനമൊക്കെയാണ് കേരളം എന്ന് കരുതിയിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാത്തൊരവസ്ഥയുണ്ടെങ്കിലത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ.
അപ്പോൾ അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് എന്താണ് ലേബർ കോഡ്, അതുമൂലം സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ജോലിക്ക് സുരക്ഷിതത്വം ഇല്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ആരംഭിക്കേണ്ടത്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മേൽ സമ്മർദ്ദമാണ് ചെലുത്തേണ്ടത്. നിയമസഭയിൽ പാസ്സാകേണ്ടത് പ്രമേയമാണ്, നിയമമാണ് കൊണ്ടുവരേണ്ടത്. അതല്ലാതെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഒരു ചർച്ചാ പ്രഹസനം നടത്തിയിട്ട് അതിനകത്ത് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകുമോ എന്ന് വരും മണിക്കൂറുകളിൽ നമുക്കറിയാം. എങ്കിൽ തന്നെയും പറയാൻ സാധിക്കും, കമ്പനിയുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കുറവാണ്. മറിച്ച് ബിന്ദു കൃഷ്ണ മിനിസ്റ്ററുടെയൊക്കെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ ചർച്ച വിജയമായി കഴിഞ്ഞാൽ ബിന്ദു കൃഷ്ണയുടെ കിരീടത്തിൽ വയ്ക്കുന്ന ആദ്യത്തെ പൊൻതൂവലായിരിക്കും ഈ ചർച്ചയുടെ വിജയം എന്ന് നമുക്ക് കരുതാനും സാധിക്കും.